പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ്. ഇതൊരു 8 മണിക്കൂറോളം കുതിർത്തി വെച്ച് കഴുകിയെടുത്തതാണ്. ഇതിന് കുക്കാകാൻ വേണ്ടി ആവശ്യമായ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പിഞ്ച് മഞ്ഞൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് 2 വിസിലടിച്ചാലും മതി. ഇനി നമുക്കിതൊരു സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 9-10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് കറിയിൽ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്യുന്നത്. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാരറ്റും. ഇതിലോട്ട് നമുക്ക് കടല കുക്ക് ചെയ്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊരു 4-5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം 5 മിനിറ്റോളായി അടച്ചു വെച്ചിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഫസ്റ്റിലത്തെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുത്ത പട്ടാണിക്കടല ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് പാകമാണെന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണ്. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.